പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ കൂടുതൽ കനക്കുന്നു. മാസങ്ങളായി തുടരുന്ന സംഘർഷത്തിന് അറുതി വരുത്താൻ ഇറാൻ മുന്നോട്ട് വെച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന ഒറ്റ വാക്കിൽ ട്രംപ് ഇറാന്റെ നിർദ്ദേശങ്ങളെ തള്ളിക്കളഞ്ഞതോടെ ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ സമാധാന ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം ഒഴിവാക്കാനായി അന്താരാഷ്ട്ര തലത്തിൽ നടന്ന നിർണായകമായ മധ്യസ്ഥ നീക്കത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. മാസങ്ങളായി തുടരുന്ന സംഘർഷത്തിന് അറുതി വരുത്താൻ പാകിസ്ഥാൻ മധ്യസ്ഥത മുഖേനയാണ് ഇറാൻ തങ്ങളുടെ ഏറ്റവും പുതിയ സമാധാന നിർദ്ദേശങ്ങൾ വാഷിംഗ്ടണിന് കൈമാറിയത്. എന്നാൽ ലോകം വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയ ഈ ദൂത് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഈ വിവരം ലോകത്തെ അറിയിച്ചത്. ഇറാൻ അയച്ച മറുപടി താൻ വായിച്ചുവെന്നും എന്നാൽ അതിലെ വ്യവസ്ഥകൾ ഒട്ടും സ്വീകാര്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന കടുത്ത ഭാഷയിലുള്ള പ്രതികരണത്തിലൂടെ ഇറാൻ സമാധാന നീക്കങ്ങളെ ട്രംപ് വെട്ടിനിരത്തുകയായിരുന്നു. ഇറാന്റെ മറുപടി തൃപ്തികരമല്ലെന്ന് അദ്ദേഹം തന്റെ പോസ്റ്റിലൂടെ കൂട്ടിച്ചേർത്തു. ഇറാന്റെ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന അമേരിക്കൻ നിലപാടാണ് ഈ സമാധാന ദൂത് പരാജയപ്പെടാൻ പ്രധാന കാരണമായത്. ഈ നയതന്ത്ര പരാജയം പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. വരും ദിവസങ്ങളിൽ വാഷിംഗ്ടണിൽ നിന്ന് ഇതിലും കടുത്ത നടപടികൾ ഉണ്ടാകുമോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ പരിഹരിക്കപ്പെടാത്ത ഏറ്റവും വലിയ കീറാമുട്ടി ഇറാന്റെ ആണവ പദ്ധതികൾ തന്നെയാണ്. ദശാബ്ദങ്ങളായി തുടരുന്ന ഈ തർക്കം ഇപ്പോൾ അതിന്റെ ഏറ്റവും കഠിനമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ വഴി വന്ന സമാധാന നിർദ്ദേശങ്ങൾ ട്രംപ് തള്ളാൻ കാരണമായതും ഇതേ വിഷയത്തിലുള്ള അമേരിക്കയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ്. ഇറാൻ തങ്ങളുടെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന കർശന ഉപാധിയാണ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനെ ടെഹ്റാൻ ശക്തമായി എതിർക്കുന്നു. ഇറാന്റെ ആണവ പദ്ധതികളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. തന്റെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും ഊർജ്ജ ആവശ്യങ്ങൾക്കും ആണവ പദ്ധതികൾ അനിവാര്യമാണെന്നാണ് ഇറാന്റെ പക്ഷം. സമാധാന ചർച്ചകൾക്കായി ഇറാൻ മുന്നോട്ട് വെച്ച മുൻഗണനാ ക്രമം നോക്കിയാൽ ആദ്യം യുദ്ധം നിർത്തുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, അമേരിക്ക ഏർപ്പെടുത്തിയ സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുക, ഇതിനുശേഷം മാത്രമേ ആണവ ചർച്ചകൾക്ക് തയ്യാറാകൂ എന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ കീഴടങ്ങലോ വിട്ടുവീഴ്ചയോ ഉണ്ടാകില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് ഇന്നും ആവർത്തിച്ചു പറഞ്ഞു. അമേരിക്കയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണം എന്ന ആവശ്യവും ഇറാന്റെ ആദ്യ ഉപരോധം നീക്കൽ എന്ന നിലപാടും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഒരു ശാശ്വത വെടിനിർത്തലിലേക്കുള്ള പാത കൂടുതൽ ദുഷ്കരമാവുകയാണ്. ഇരുപക്ഷവും തങ്ങളുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നത് പശ്ചിമേഷ്യയെ ഒരു വലിയ സൈനിക നീക്കത്തിലേക്ക് തള്ളിവിടുമോ എന്നാണ് ലോകം ഭീതിയോടെ നോക്കുന്നത്. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യൻ മണ്ണിൽ നിന്ന് യുദ്ധത്തിന്റെ ആരവം കടലിലേക്ക് പടരുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ തങ്ങളുടെ സൈനിക സ്വാധീനം അതിശക്തമാക്കിയിരിക്കുന്നു. ഹോർമൂസിൽ ചെറുമുങ്ങിക്കപ്പലുകൾ വിന്യസിക്കാൻ ഇറാൻ നീക്കം തുടങ്ങി. ഈ വാർത്ത പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമെന്ന് ഭീതി പടർന്നു കഴിഞ്ഞു. കഴിഞ്ഞ മണിക്കൂറുകളിൽ മേഖലയിലെ അതീവ ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുവൈത്തിനും UAEക്കും നേരെ ഖത്തർ തീരത്തോട് ചേർന്ന കപ്പലിന് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കുമെന്ന ഭീഷണിയുമായി ഇറാൻ സേനാ മേധാവി തന്റെ പരമോന്നത നേതാവിനെ കണ്ട് യുദ്ധ പദ്ധതികൾ വിശദീകരിച്ചതായും വിവരമുണ്ട്. ഇതിനിടെ ഹോർമൂസ് കടലിടുക്ക് തടസ്സമില്ലാതെ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ബഹ്റൈനും GCCക്കും സംയുക്തമായി കൊണ്ടുവന്ന പ്രമേയത്തിന് അമേരിക്ക പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നീക്കം ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഹോർമൂസ് തുറക്കാനുള്ള പ്രമേയത്തെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ കനത്ത ഭീഷണിയാണ് ടെഹ്റാൻ ഇപ്പോൾ ഉയർത്തുന്നത്. ഒരു വശത്ത് ട്രംപിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത ഉപരോധങ്ങളും മറുവശത്ത് ഇറാന്റെ സൈനിക വെല്ലുവിളികളും. ഹോർമൂസ് കടലിടുക്ക് ഒരു യുദ്ധക്കളമായി മാറിയാൽ അത് ലോക സാമ്പത്തിക രംഗത്തെ തന്നെ തകിടം മറിക്കുമെന്ന് ഉറപ്പാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. പശ്ചിമേഷ്യയിലെ സമാധാനത്തിന്റെ ഒരു വാതിൽ തുറക്കപ്പെടുമെന്ന ലോകം പ്രത്യാശിച്ച നിമിഷമായിരുന്നു ഇത്. എന്നാൽ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് എന്ന ട്രംപിന്റെ ഒറ്റ വാക്കിൽ ആ പ്രതീക്ഷകൾ കരിനിഴലിലായിരിക്കുന്നു. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ട ഈ ഘട്ടത്തിൽ ലോകം ഇപ്പോൾ ഭീതിയോടെ ഉറ്റുനോക്കുന്നത് പശ്ചിമേഷ്യയിലെ അടുത്ത നീക്കങ്ങളിലേക്കാണ്. ഇത് വെറുമൊരു നയതന്ത്ര തർക്കമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ക്രമത്തെ തന്നെ പിടിച്ചുലയ്ക്കാൻ ശേഷിയുള്ള ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്.